കാൽപന്തുകളുടെ ആവേശത്തിനിടയിലും കാരുണ്യത്തിന്റെ വേറിട്ട മാതൃകയായിരിക്കുകയാണ് വേങ്ങശ്ശേരിയിലെ ഒരു പറ്റം ഫുട്ബോൾ പ്രേമികൾ. വേങ്ങശ്ശേരി EMS വായനശാലയുടെയും ന്യൂ സ്റ്റാർ ആർട്സ് ക്ലബ്ബും സുമനസ്സുകളും കൈകോർത്തതോടെ രണ്ടംഗ കുടുംബത്തിന് കിടക്കാൻ ഇടമായി. വേങ്ങശ്ശേരി EMS വായനശാലയും ന്യൂ സ്റ്റാർ ആർട്സ് ക്ലബ്ബും സുമനസ്സുകളും കൈകോർത്തതോടെയാണ് രണ്ടംഗ കുടുംബത്തിന് കിടക്കാനിടമായത്. വേങ്ങശ്ശേരി പടിക്കപ്പാടത്തുപടി സതീഷിനും സത്യഗോപാലിനുമാണ് അന്തിയുറങ്ങാൻ ക്ലബ്ബിലെ ഫുട്ബോൾ പ്രേമികളുടെ ശ്രമദാനത്തിൽ കിടപ്പാടമൊരുങ്ങിയത്. കഴിഞ്ഞ മഴയിലും കാറ്റിലും മേൽക്കൂരയും മണ്ണിട്ട ചുമരും തകർന്നതോടെ അന്തിയുറങ്ങാനാവാതെ ഭീതിയോടെയാണ് കുടുംബം കഴിഞ്ഞുകൂടിയിരുന്നത്. അച്ഛനും അമ്മയും മരണപ്പെട്ടതോടെ അരനൂറ്റാണ്ട് പഴക്കമുള്ള മൺചുവരിൽ നിർമ്മിച്ച ഒറ്റമുറിയിലായിരുന്നു ഇരുവരുടെയും താമസം. ഭൂമിയുടെ രേഖകളൊന്നും തന്നെ ഇല്ലാത്തതിനാൽ സർക്കാരിൻ്റെ നിന്നുള്ള വീട് പോലും ഇവർക്ക് അപേക്ഷിക്കാനാവില്ല. ഇവരുടെ ദുരിതം കണ്ടറിഞ്ഞതോടെ EMS സ്മാരക വായനശാലയും ന്യൂ സ്റ്റാർ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബും ചേർന്ന് 1 ലക്ഷം രൂപ ചെലവിൽ വീട് നവീകരിച്ച് നൽകുകയായിരുന്നു. ആരാധകരുടെ ഫുട്ബോൾ ഫ്ലക്സുകൾ വയ്ക്കുന്നത് ഒഴിവാക്കിക്കൊണ്ടാണ് ക്ലബ്ബ് ആ തുക നിർധന കുടുംബത്തിന്റെ വീടിനായി ചെലവഴിച്ച് മാതൃകയായത്. തകർന്ന മേൽക്കൂര മാറ്റി ഇരുമ്പ് കഴിക്കോൽ സ്ഥാപിച്ചാണ് വീട് പുനർനിർമ്മിച്ചു നൽകിയത്. ഭൂമിയുടെ രേഖകൾ ശരിയാക്കാനുള്ള ശ്രമങ്ങൾ നടത്തി വരികയാണെന്നും വാർഡംഗം CP സുരേഷ് കുമാറും അകവണ്ട ചാരിറ്റബിൾ ട്രസ്റ്റ് രക്ഷാധികാരി M സുബ്രഹ്മണ്യനും അറിയിച്ചു. ന്യൂ സ്റ്റാർ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് ആൻഡ് EMS സ്മാരക വായനശാലയുടെ നേതൃത്വത്തിൽ ഒരു കാരുണ്യ സ്പർശം ഒരുക്കാൻ ഞങ്ങൾ ഒറ്റക്കെട്ടായി തീരുമാനിച്ചിരിക്കുകയാണ്. ക്ലബിൻ്റെ പ്രതീതി കൂടിയായിട്ടുള്ള പ്രിയപ്പെട്ട സതീഷിൻ്റെ വീട് പുനർനിർമ്മിച്ചു കൊടുക്കാൻ ഞങ്ങൾ തീരുമാനിച്ചിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായി ഇതിലേക്ക് കാരുണ്യ സ്പർശത്തിലേക്ക് ഞങ്ങളെ സഹായിച്ച ഇന്നാട്ടിലെ പ്രിയപ്പെട്ട എല്ലാവർക്കും ക്ലബിൻ്റെയും വായനശാലയുടെയും പേരിൽ അതിലുപരി 8ാം വാർഡ് വാർഡ് കമ്മിറ്റിക്ക് വേണ്ടിയും നന്ദിയും കടപ്പാടും ഈ അവസരത്തിൽ രേഖപ്പെടുത്തുകയാണ്. പ്രത്യേകിച്ച് ഈ വീട്ടിൽ താമസിച്ചു വരുന്ന ക്ലബ് അംഗവും വായനശാല അംഗവും കൂടിയായിട്ടുള്ള സതീഷിൻ്റെ വീട് ഇങ്ങനെ ഓടെല്ലാം ഇറക്കി വെച്ച് ടാർപ്പായ മാത്രം മൂടിക്കെട്ടിയ അന്തരീക്ഷത്തിൽ ഒരു അമർന്ന മഴ പെയ്തു കഴിഞ്ഞാൽ ആ വീടിൻ്റെ ചുമരെല്ലാം നിലം പൊത്തുന്ന ഒരവസ്ഥയിലുണ്ടായിരുന്നത്. അതുകൊണ്ട് നമുക്കൊന്ന് പുനർനിർമ്മിച്ചു കൊടുക്കണമെന്ന് ആവശ്യപ്പെടുകയും ഇത് ഏറ്റവും മാതൃകാപരമായ പ്രവർത്തനമാണ്, കാരുണ്യ പ്രവർത്തനമാണെന്ന് നമുക്ക് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഒരാഴ്ചയ്ക്കുള്ളിൽ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ തുടക്കം കുറിച്ചത്. ഈ തുടക്കം കുറിച്ച അന്ന് മുതൽ തന്നെ ക്ലബ്ബ് മെമ്പർമാരുടെയും പ്രത്യേകിച്ച് ഈ പ്രദേശത്തെ എല്ലാ കുടുംബങ്ങളുടെയും അതിനുള്ള ഒരു പ്രത്യേകത എല്ലാവരും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ടുള്ള ഏറ്റവും മാതൃകാപരമായുള്ള ഒരു സഹായമാണ് ഈ കാരുണ്യ പ്രവർത്തനത്തിന് ഞങ്ങൾക്ക് ലഭിച്ചിട്ടുള്ളത്. വാർഡംഗം സുരേഷ് കുമാർ, ട്രസ്റ്റ് രക്ഷാധികാരികളായ M സുബ്രഹ്മണ്യൻ, വായനശാല പ്രസിഡന്റ് P രവീന്ദ്രൻ, ക്ലബ്ബ് സെക്രട്ടറി ജിത്തു, ട്രഷറർ ഭാസ്കരൻ, സുധീഷ്, അപ്പൂസ്, ലൈബ്രറി അംഗം A സീന, P രാഗേഷ്, P വിപിൻ, P അഭിലാഷ്, അമൽ, അനൂപ്, രാജേഷ്, പ്രദീപ്, സുനിൽ, കണ്ണൻ എന്നിവരും നേതൃത്വം നൽകി. എല്ലാവരും കൂടി അവനൊരു സഹായം ചെയ്തതിൽ വളരെയധികം നന്ദിയുണ്ട്. ഒരുപാട് നിലം പതിക്കാറായ വീടായിരുന്നു. മഴ സമയത്ത് നമ്മുടെ വീട്ടിലേക്ക് വിളിച്ചാൽ പോലും അവൻ വരില്ല. അതുകൊണ്ട് എല്ലാവരും കൂടി ഇത് ചെയ്തു കൊടുത്തതിൽ വളരെയധികം നന്ദിയുണ്ട്. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല.